ഡിജിപിൻ ഓൾറെഡി ഉള്ളൊരു സൊല്യൂഷന് ഇന്ത്യ പോസ്റ്റിൻ്റെ അനാവശ്യമായ ഒരു സൊല്യൂഷൻ. ഡിജിപിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിള് 11 വർഷം മുൻപ് ഗൂഗിൾ പ്ലസ് കോഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു പരിപാടി 2025 ഇന്ത്യ പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൂഗിൾ പ്ലസ് കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ലൊക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു 11 ക്യാരക്ടർ കോഡ്, ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ അതായത് യൂബർ, ഓല, ഇനി അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആയിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ, ഇനി നമ്മൾക്ക് കൊറിയർ ഡെലിവറി ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ മാപ്സിനകത്തോടെ തന്നെ നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ പ്ലസ് കോഡ്. ഇത് ഗൂഗിൾ ഓർക്കണം 11 വർഷം മുൻപ് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഗൂഗിൾ പ്ലസ് കോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഗൂഗിൾ മാപ്സിൽ കയറിയാൽ ഈ ഒരു കോഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. അവിടെയാണ് ഇന്ത്യ പോസ്റ്റ് ഡിജിപിൻ എന്ന് പറഞ്ഞൊരു സാധനം, ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡിജിപിൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്ത്യ പോസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇന്ത്യ പോസ്റ്റിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പാഴ്സൽ ഡെലിവറി ചെയ്യാനായിട്ടുള്ള കൊറിയർ സർവീസും ഉണ്ട്. പക്ഷേ നമ്മളിപ്പം ഓസ്ട്രേലിയയിലെ ഒരു പൊസിഷനിലെ പിൻ കോഡ്, അതായത് ഡിജിപിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ ഡിജിപിൻ ഉപയോഗിച്ച് കിട്ടത്തില്ല. പക്ഷേ ഗൂഗിളിൻ്റെ പ്ലസ് കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിലെയും പ്ലസ് കോഡ് കിട്ടും. കാരണം ഗൂഗിളിൻ്റെ പ്ലസ് കോഡ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഡിജിപിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത് UK, കാനഡ, USA എവിടെ പോയിട്ടുള്ള ഒരു ഡിജിപിൻ നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പാഴ്സൽ അയക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഹെൽപ്ഫുൾ ആവുന്ന ഇന്ത്യ പോസ്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കോഡ്. കാരണം നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂബറും ഓലയും ഒക്കെ ഓൾറെഡി ഈ ഒരു ഗൂഗിളിൻ്റെ പ്ലസ് കോഡ് യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ്റെ ഭാഗത്തും കറക്റ്റ് ഈ ഒരു പ്ലസ് കോഡാണ് വരുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലസ് കോഡാണ്. പ്ലസ് കോഡ് ഓൾറെഡി ഇതുപോലത്തെ വലിയ വലിയ കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അവിടെയാണ് ഡിജിപിൻ പോലത്തെ ഒരു സർവീസ് വരുന്നത്. അതുമാത്രമല്ല, ഡിജിപിനകത്തെ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിനകത്തെ അവരുടെ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പുമല്ല. ഈ ഒരു ഡിജിപിനകത്തെ ഈ ഒരു ഡിജിപിൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ് എന്നാണ്. ഗൂഗിൾ മാപ്സിൽ ഓൾറെഡി പ്ലസ് കോഡ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഡിജിപിൻ എടുക്കാനായിട്ട് പോകുന്നത്? ആകെ ഡിജിപിൻ്റെ ആകെയുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പരിപാടിയാണ് ഡിജിപിൻ എന്നത്. ഇന്ത്യ പോസ്റ്റ് മാന്യമര്യാദയ്ക്ക് ഒരു കൊറിയർ പോലും ഡെലിവറി ചെയ്യാനായിട്ട് പറ്റാത്തപ്പോഴാണ്, അതായത് ഒരു ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊറിയർ പോലും മാന്യമര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരാണ് സുഹൃത്തുക്കളെ ഡിജിപിൻ ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ആകെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റിൻ്റെ ഡിജിപിൻ എത്ര നല്ലതാണെങ്കിലും ഗൂഗിളിൻ്റെ പ്ലസ് കോഡ് വർക്ക് ചെയ്യും, ഓപ്പൺ സോഴ്സാണ്, ഫ്രീ ആണ്, സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ മാപ്സിൽ അത് നമുക്ക് അവൈലബിളും ആണ്. ഇത് ആകെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിജിപിൻ ആകെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിലും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പാഴ്സൽ അയക്കുമ്പോൾ നിങ്ങളുടെ ഡിജിപിൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രം ആൾക്കാർ അപ്പോൾ പോയി നോക്കുമെന്ന് മാത്രം. അപ്പം ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.